ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. 4ാം ക്ലാസ്സിലെ ഏറ്റവും പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂണിറ്റിൻ്റെ പേര് ബിയോണ്ട് ഫിയർ. യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈസി ഇംഗ്ലീഷ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ. 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന യൂട്യൂബ് ചാനലായിരിക്കും. കാരണം 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ലെസൺസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് ക്ലാസ്സിലെടുത്ത് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ്. പ്ലേലിസ്റ്റ് സെക്ഷൻ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഓരോ ക്ലാസ്സിലും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. ഇനി 4th സ്റ്റാൻഡേർഡിനാണെങ്കിൽ സെപ്പറേറ്റ് പ്ലേലിസ്റ്റിൻ്റെ ക്ലിക്ക് ചെയ്താൽ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അവിടെ പഠിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഈ യൂണിറ്റിലേക്ക് വരാം. ബിയോണ്ട് ഫിയർ. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറം എന്നാണ് അർത്ഥം. ഫിയർ ഭയം. അപ്പോൾ ഭയമില്ലാത്ത അവസ്ഥ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസാന്നിധ്യം കൈവിടാതെ ഭയമില്ലാതെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞത്. ബിയോണ്ട് ഫിയർ, ഭയത്തിനപ്പുറം. സോ നമുക്ക് നോക്കാം. ഇവിടെ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സെൻറ്റൻസ്, ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു നോക്കാം. എ ട്രൂ ഹീറോ ഈസ് നോട്ട് ഡിഫൈൻഡ് ബൈ ദെയർ സ്ട്രെങ്ത്. ശക്തി കൊണ്ടല്ല ഒരു യഥാർത്ഥ ഹീറോ ഡിഫൈൻ ചെയ്യപ്പെടുന്നത്. ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. ഒരു ഹീറോ ജനിക്കുന്നത് അയാളുടെ ശക്തി കൊണ്ടല്ല, മറിച്ച് ഒരാളെ ഇൻസ്പയർ ചെയ്യാൻ, പ്രചോദിപ്പിക്കാൻ, അതുപോലെ തന്നെ ലീഡ് ചെയ്യാൻ, നയിക്കാനൊക്കെയുള്ള അയാളുടെ കഴിവ് കൊണ്ടാണ്. ഇത് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടാണ്. സോ പലതരം ജോലിയിൽ ഏർപ്പെട്ട ആൾക്കാർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫേമസ് ആയ പല പേഴ്സണാലിറ്റിയും ഗാന്ധിജിയെ കാണാം, മദർ തെരേസയെ കാണാം, അങ്ങനെയൊക്കെ കാണാം. സോ ഇവരൊക്കെ നമ്മുടെ ഹീറോസാണ്. അതിൻ്റെ ഭാഗത്തുനിന്ന് കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നേരെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്, അതാണ് ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ പേര്. ചെറിയ കൈകൾ വലിയ, അതായത് ലിറ്റിൽ ഹാൻഡ്സ് കൊണ്ട് ചെറിയ കൈകൾ ഉദ്ദേശിച്ചതാണ് ചെറിയ കുട്ടികൾ എന്നാണ് കേട്ടോ. ചെറിയ കുട്ടികളാണെങ്കിലും ബിഗ് കറേജ്, നല്ല ധൈര്യം, വലിയ ധൈര്യം. സോ ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ധൈര്യമുണ്ട് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്ക് നേരെ ചാപ്റ്റർ തുടങ്ങാം. ഫൺ ടൈം. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഐസക് വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. ദിൽന, ഇപ്പോൾ ഈ പിക്ചറിൽ കണ്ടോ, ആ പെൺകുട്ടിയാണ് ദിൽന കേട്ടോ. ഇനി അവളുടെ അനിയൻ, ലിറ്റിൽ ബ്രദർ എന്ന് പറഞ്ഞാൽ അനിയൻ എന്നാണ് അർത്ഥം. ഐസക്കാണ് അനിയൻ്റെ പേര്. ദിൽനയും ഐസക്കും വർ പ്ലേയിങ് ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ദെയർ ഹൗസ്. അവരുടെ വീടിൻ്റെ പിറകു വശത്തുള്ള സ്ഥലം, പിറകു വശം ഉണ്ടാവുള്ള ഒരു മുറ്റം, അതാണ് ബാക്ക് യാർഡ് എന്ന് പറഞ്ഞാൽ. സോ അവിടെ അവർ കളിക്കുകയായിരുന്നു. ദിൽന ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ ആൻഡ് സെറ്റ്. ദിൽന എന്ത് ചെയ്തു? ലുക്ക്ഡ് അപ്പ്, മുകളിലേക്ക് നോക്കി. എങ്ങോട്ട് നോക്കി? അറ്റ് ദ സ്കൈ. സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശം, ആകാശത്തേക്ക് നോക്കി. ആൻഡ് സെറ്റ്, എന്നിട്ട് പറഞ്ഞു, ഐസക് വി ഷുഡ് ഗോ ഇൻസൈഡ്. ഷുഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കടമയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പോവണം, ഒരു കാര്യം ചെയ്യണം എന്ന് പറയാനാണ്. വി ഷുഡ് ഗോ ഇൻസൈഡ്. ഇൻസൈഡ് അകത്തേക്ക് അല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ അകത്തേക്ക് പോകണം. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു റെയിൻ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മഴ പെയ്യാൻ പോകുന്നു എന്നാണ്. യെസ് ലെറ്റ്സ് ഗോ, ഐസക് നോഡഡ്. യെസ്, അതെ, ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാം. അപ്പോൾ ലെറ്റ്സ് പ്ലേ, നമുക്ക് കളിക്കാം. ലെറ്റ്സ് സ്റ്റഡി, നമുക്ക് പഠിക്കാം. ലെറ്റ്സ് ഈറ്റ്, നമുക്ക് കഴിക്കാം. ഇങ്ങനെ വരുന്നു കേട്ടോ. സോ ലെറ്റ്സ് ഗോ, നമുക്ക് അകത്തേക്ക് പോകാം. ഐസക് നോഡിഡ്. നോഡിഡ് എന്ന് പറഞ്ഞാൽ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടുക. അതേ, നമ്മൾ യെസ് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ മുന്നിലേക്ക് തലയാട്ടില്ലേ, അതാണ് നോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഐസക് ഓക്കെ എന്ന് പറഞ്ഞു. എ ലിറ്റിൽ വറീഡ്. അല്പം വറീഡാണ് ഐസക്. ഓക്കെ, അല്പം ടെൻഷനുണ്ട്. ഓക്കെ, ബോത്ത് ഓഫ് ദം ക്വിക്ക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. രണ്ടുപേരും എന്ത് ചെയ്തു? ക്വിക്ക്ലി, വേഗത്തിൽ, റാൻ ഇൻ ടു ദ ഹൗസ്, വീട്ടിനുള്ളിലേക്ക് ഓടി. ദേ വെന്റ് സ്ട്രെയിറ്റ് ടു ദ കിച്ചൺ. അടുക്കളയിലേക്ക് നേരെ പോയി. ആൻഡ് സ്പോറ്റഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദ ടേബിൾ. സ്പോറ്റഡ്, അവർ കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് സ്പോറ്റ്. എന്താ കണ്ടെത്തിയത്? എ പ്ലേറ്റ് ഓഫ് കുക്കീസ്. കുക്കീസ് എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു പ്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ട് ഓൺ ദ ടേബിളിൽ. കുക്കീസ്, ബിസ്ക്കറ്റ്. ഐസക് സെഡ് വിത്ത് എ ബിഗ് സ്മൈൽ. വലിയ ഒരു ചിരിയോട് ഐസക് പറഞ്ഞു. കുട്ടികൾക്ക് ബിസ്ക്കറ്റ് ഇഷ്ടമായിരിക്കും അല്ലേ. ആസ് ഹി ഗ്രാബ്ഡ് വൺ. എപ്പോഴാണ് ഇത് പറഞ്ഞത്? അവൻ ഗ്രാബ് ചെയ്തു. ഗ്രാബ് മീൻസ് പിടിക്കുക എന്നാണ് കേട്ടോ. സോ ഒരെണ്ണം എടുത്തു അവൻ. ഹി ടുക്ക് വൺ പീസ് ഓഫ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുക്കീസ് എടുത്തു.
ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. ദിൽനയും എന്ത് ചെയ്തു? ഗ്രാബ്ഡ്, പിടിച്ചു, ഒരു കുക്കി എടുത്തു. മം ഇറ്റ്സ് റെയിനിങ്. അമ്മയോട് പറയണം, അമ്മ മഴ പെയ്യുന്നുണ്ട്. ഐസക് ഷൗറ്റഡ്, ഉറക്കെ പറഞ്ഞു, മഴ പെയ്തു തുടങ്ങി. ദർ വാസ് നോ റിപ്ലൈ. എന്നാൽ മദറിൻ്റെ റിപ്ലൈ അവിടെ അല്ലെങ്കിൽ മറുപടി ഉണ്ടായില്ല. സോ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. കുട്ടികളോട് ചോദിക്കാനുള്ള 3 ചോദ്യങ്ങളാണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ വേ ദ ചിൽഡ്രൻ പ്ലേയിങ്. വളരെ ഡയറക്റ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആയ ആൻസർ അല്ലേ. എവിടെയാണ് കുട്ടികൾ കളിച്ചിരുന്നത്? ഇൻ ദ ബാക്ക് യാർഡ്. വളരെ ക്ലിയർ ആണത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ. ഇതിന് ആൻസർ ഈ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കിട്ടില്ല. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ, മഴയിൽ കളിക്കാൻ ആഗ്രഹമുണ്ടോ? കുട്ടികൾ യെസ് എന്ന് തന്നെയാണ് പറയാൻ ചാൻസ് ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദർ വാസ് നോ റിപ്ലൈ ഫ്രം മദർ. മദറിൽ നിന്നും ഒരു റിപ്ലൈ, മറുപടി വന്നില്ല. വാട്ട് മേ ബി ദ റീസൺ, കാരണം. എന്തായിരിക്കാം കാരണം? അതാണ് നമ്മൾ അടുത്ത പേജിൽ കാണാൻ പോകുന്നത്, എന്തായിരിക്കും കാരണം എന്നുള്ളത്. സി, ടിയേഴ്സ് ഓഫ് ഫിയർ. അതാണ് അടുത്ത സെക്ഷനിൽ പേരിട്ടുള്ളത്. ഭയത്തിൻ്റെ കണ്ണുനീര് അല്ലേ. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം, ടിയേഴ്സോ കണ്ണുനീര്. ഭയം, ഫിയർ എന്ന് പറഞ്ഞാൽ ഭയം, ടിയേഴ്സ് ആണ് കണ്ണുനീര് കേട്ടോ, കണ്ണുനീരുകൾ. ദെൻ ദേ റാൻ ടു ദ ലിവിംഗ് റൂം. ഗസ്റ്റ് ഒക്കെ വന്ന ഇരുത്തുന്ന ആ റൂമാണ് ലിവിംഗ് റൂം. അങ്ങോട്ടേക്ക് അവർ ഓടി. മദർ വാസ് ലൈയിങ് ഓൺ ദ ഫ്ലോർ. അമ്മ ഉണ്ട് തറയിൽ കിടക്കണം. ഫ്ലോർ, തറ. തറ എന്ന് പറഞ്ഞാൽ നിലം, അതാണ് ഉദ്ദേശിച്ചിട്ടോ, നിലത്ത്. ലൈയിങ്, കിടക്കുക. സോ അമ്മ അവിടെ കിടക്കുകയാണ്. മാം, ദിൽന കോൾഡ് ലൗഡ്ലി. ദിൽന ഉറക്കെ വിളിച്ചു, മാം, അമ്മേന്ന് വിളിക്കുകയാണ്. ഷീ ഡിഡ്ന്റ് ആൻസർ. എന്നാൽ അമ്മ റിപ്ലൈ ചെയ്യുന്നില്ല. വൈ ഈസ് മാം ലൈയിങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? എന്താണ് ഐസക് ചോദിച്ചത്? വൈ ഈസ് മാം ലൈയിങ് ഓൺ ദ ഫ്ലോർ? എന്തുകൊണ്ടാണ് അമ്മ ഫ്ലോറിൽ, നിലത്ത്, ലൈയിങ്, കിടക്കുന്നത്? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഉറങ്ങുകയാണോ അമ്മ? ഐസക് ആസ്ക്ഡ് ഹിസ് സിസ്റ്ററിനോട് ഐസക് ചോദിച്ചു. മാം വേക്ക് അപ്പ്, ഹി ക്രൈഡ്. ഐസക് കരഞ്ഞുറക്കെ പറഞ്ഞു, അമ്മ എണീക്ക്. ഡോണ്ട് വറി ഐസക്, ഷീൽ ബി ഓക്കെ. ദിൽന പറഞ്ഞതാണത്. ഡോണ്ട് വറി, പേടിക്കണ്ട ഐസക്, ഷീൽ ബി ഓക്കെ, അമ്മ ഓക്കെ ആകും, ഓക്കെ ആകും. ദിൽന സെഡ്, ദിൽന പറഞ്ഞു, ട്രൈയിങ് ടു കൺസോൾ ഹിം. കൺസോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ സമാധാനിപ്പിക്കുക. ദിൽന റഷ്ഡ് ടു ഹെർ മദേഴ്സ് സൈഡ്. ദിൽന എന്ത് ചെയ്തു? റഷ്ഡ്, വേഗം പോയി. ടു ഹെർ മദേഴ്സ് സൈഡ്, അമ്മയുടെ സൈഡിലേക്ക് പോയി. ആൻഡ് ഷുക്ക് ഹെർ ജെന്റ്ലി. ജെന്റ്ലി എന്ന് പറഞ്ഞാൽ മൃദുവായി. ഷുക്ക്, ഇളക്കി. സോ അമ്മയെ മൃദുവായിട്ട് ഇളക്കി. മം പ്ലീസ് വേക്ക് അപ്പ്. അമ്മേ എഴുന്നേൽക്കൂ എന്ന് പറയാം. ദിൽന ബെഗ്ഡ്. ദിൽന എന്ത് ചെയ്തു? ബെഗ്ഡ്, യാചിച്ചു. ബെഗ്ഡ് എന്ന് പറഞ്ഞാൽ യാചിച്ചു. ബട്ട് ഷീ ഡിഡ്ന്റ് മൂവ്. എന്നാൽ അമ്മ എണീറ്റില്ല. ദിൽന ട്രൈഡ് അഗെയിൻ. ദിൽന വീണ്ടും ശ്രമിച്ചു. ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ. ആദ്യം വളരെ മൃദുവായിട്ടാണ് ഇളക്കിയത്. ഇപ്പോഴോ ഷേക്കിംഗ് ഹെർ, ഇളക്കി. എ ലിറ്റിൽ ഹാർഡർ, അല്പം കൂടെ ഹാർഡായിട്ട് ഇളക്കി. ബട്ട് ഷീ സ്റ്റിൽ ഡിഡ്ന്റ് റെസ്പോണ്ട്. എന്നാൽ അവൾ ഇപ്പോഴും എന്ത് ചെയ്തില്ല? റെസ്പോണ്ട് ചെയ്തില്ല. ഐസക്സ് ഐസ് ഫീൽഡ് വിത്ത് ടിയേഴ്സ്. അപ്പോൾ തന്നെ ഐസക്കിന് ആകെ സങ്കടമായി. ഐസക്കിൻ്റെ കണ്ണുകൾ എന്തായി? കണ്ണുനീർത്തുള്ളികളുണ്ടായി. ഫീൽഡ് വിത്ത് ടിയേഴ്സ്, കണ്ണുകളിൽ എന്താ കണ്ണുനീർ നിറഞ്ഞു. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻഡ് ടു ദ മദർ? കുട്ടിയോട് ചോദിക്കാനുള്ള ചോദ്യമാണ്. വാട്ട് കുഡ് ഹാവ് ഹാപ്പൻഡ് ടു ദ മദർ? അമ്മക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ശരിക്കും അതിന് ആൻസർ അമ്മ എന്താ സംഭവിച്ചത്? ബോധം കിട്ടിയിട്ടുണ്ടല്ലേ. സോ മം ഫെയിൻറ്റഡ്, അല്ലെങ്കിൽ മം പാസ്ഡ് ഔട്ട്, അങ്ങനെയൊക്കെ പറയാം. അതിന് കാരണം എന്താ നമുക്ക് വായിക്കുമ്പോഴെല്ലാം അറിയാം അല്ലേ. വാട്ട് ഡിഡ് ദിൽന ഡു ടു വേക്ക് ഹെർ മദർ അപ്പ്? അപ്പോൾ ദിൽന എന്താ ചെയ്തത്? അമ്മയെ എണീപ്പിക്കാൻ, വേക്ക്, ഉണർത്താൻ. ഷി ഷുക്ക് ഹെർ, ഇളക്കി അല്ലേ. ആൻഡ് കോൾഡ് ഹെർ. വാട്ട് വിൽ ദിൽന ആൻഡ് ഐസക് ഡു നെക്സ്റ്റ്? ഇനി അടുത്തത് ദിൽനയും ഐസക്കും എന്താ ചെയ്യുക എന്നൊക്കെ നോക്കാം. സോ നെക്സ്റ്റ് സെക്ഷന് ദ കറേജ്, ധൈര്യം എന്നാണ് പേരിട്ടുള്ളത്. ദിൽന വാസ് ഓൺലി 8 years old. ദിൽന ആകെ 8 വയസ്സ്, മൂത്തത് ദിൽനയാണ്. ദിൽനക്ക് ആകെ 8 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ. ബട്ട് ആസ് ദി എൽഡർ ചൈൽഡ്, ഇവിടെ ആരാണ്? മൂത്ത കുട്ടിയാണ്. മൂത്ത കുട്ടി എന്നാണ് കേട്ടോ. എൽഡർ ചൈൽഡ്, എൽഡർ മൂത്തതിനാണ്. വീട്ടിലെ മൂത്ത ആളെ എൽഡർ എന്ന് വിളിക്കും. സോ ബട്ട് ആസ് ദി എൽഡർ ചൈൽഡ്
മൂത്ത കുട്ടിയായതുകൊണ്ട് തന്നെ ഷീ ഹാഡ് ടു ഡു സംതിങ്, അവൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷീ ഫെൽറ്റ് സ്കെയേർഡ്, അവൾക്ക് ആകെ ഭയമായി. ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം, അവൾക്കറിയാം അവൾ കാമായിരിക്കണം. ഷീ ലുക്ക്ഡ് എവ്രിവേ, അവൾ എല്ലായിടത്തും നോക്കി. സഡൻലി, പെട്ടെന്ന്, ദിൽന റിമെമ്പേർഡ് ദ ഗെയിം, ദിൽന ഓർത്തു ഒരു ഗെയിം. ഏത് ഗെയിമാ? ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ, ദിൽനയും അവളുടെ ഗ്രാൻഡ് മദറും മുത്തശ്ശിയും കൂടി കളിച്ചൊരു ഗെയിം ആ സമയത്ത് ദിൽന ഓർത്തു. റിമെമ്പേർഡ് എന്ന് പറഞ്ഞാൽ ഓർത്തു. യൂസ്ഡ് ടു പ്ലേ എന്ന് പറഞ്ഞാൽ പതിവായി കളിച്ചിരുന്നു. അപ്പോൾ യൂസ്ഡ് ടു സ്റ്റഡി പതിവായി പഠിച്ചിരുന്നു. യൂസ്ഡ് ടു ഗോ ഔട്ട്സൈഡ് പുറത്തേക്ക് പതിവായിട്ട് പോയിരുന്നു. യൂസ്ഡ് ടു സ്വിം പതിവായി നീന്തിയിരുന്നു. അങ്ങനെയാണ് യൂസ്ഡ് ടു എക്സ്പ്രഷൻ ട്ടോ. ബാക്കി ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. അവൾ ഓർത്തു, ഷീ റിമെമ്പേർഡ് അവൾ ഓർത്തു, ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ്, ഗ്രാൻഡ് മദർ പിന്നെ ചോദിക്കുന്നത്, ടു കോൾ 101 101 വിളിക്കാൻ, ഇൻ ടൈംസ് ഓഫ് എമർജൻസി എമർജൻസിയുടെ സമയത്ത് വിളിക്കാൻ. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാകുമ്പോൾ 101 എന്ന നമ്പറിലേക്ക് അടിക്കാൻ ഗ്രാൻഡ് മദർ പറഞ്ഞവൾ ഓർത്തു. വാട്ട്സ് യുവർ നെയിം, വേർ ഡു യു ലീവ്? ദിൽന റിയലൈസ്ഡ് ദിസ് വാസിന്റ് എ ഗെയിം എനിമോർ, ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു. അതായത് ഒരു പ്രതിസന്ധി, ഒരു പ്രയാസമുള്ള സമയത്ത് 101 എന്ന നമ്പറിലേക്ക് അടിച്ചത് ഇവൾ ഓർക്കുന്നുണ്ട്. സോ ഇവിടെ പിന്നെ ഗ്രാൻഡ് മദറും ദിൽനയും തമ്മിൽ കോൺവെർസേഷൻ അതുപോലെ കളിച്ചിരുന്നു. അപ്പോൾ അതാണ് ഇവർ ഓർക്കുന്നത്. അപ്പോൾ ദിൽന വിളിക്കും, അപ്പോൾ വാട്ട്സ് യുവർ നെയിം, എന്താ പേര്, വേർ ഡു യു ലീവ്, ഇവിടെ താമസിക്കുന്നൊക്കെ ചോദിക്കും. അപ്പോൾ ദിൽന റിയലൈസ്ഡ്, അവൾക്ക് തിരിച്ചറിഞ്ഞു, ദിസ് വാസിന്റ് എ ഗെയിം എനിമോർ. അന്ന് പഴയ കാലത്ത് എന്താ പറയുക, കുറച്ച് മുമ്പ് അത് കളിച്ചിരുന്നു, ഒരു ഗെയിമായിട്ടാണ് കളിച്ചത്. പക്ഷേ ഇത് അതിൻ്റെ യൂസ് ഇപ്പോഴാണ് കിട്ടിയത്. ഷീ ന്യൂ വാട്ട് ഷീ ഹാഡ് ടു ഡു, എന്ത് ചെയ്യണമെന്ന് അവളിപ്പോൾ പഠിച്ചു. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡിഡ് ദിൽന സ്റ്റേ കാം, എന്തുകൊണ്ടാണ് ദിൽന കാമായത്? ഷീ ഡിഡിൻ വാണ്ട് ടു മേക്ക് ഹെർ ലിറ്റിൽ ബ്രദർ പാനിക്. ഇവിടെ ഐസക്കിനെ പാനിക് ആക്കണ്ട, ടെൻഷൻ അടുപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് അല്ലെ. പിന്നെ ദിൽന എന്താണ്, എൽഡർ കൂടെയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഗെയിം ദാറ്റ് ദിൽന യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ? ഏത് ഗെയിമാണ് പിന്നെ ഗ്രാൻഡ് മദറായിട്ട് പിന്നെ പ്ലേ ചെയ്തത്? അതായത് ഗെയിമിൻ്റെ പേരുടെ പറഞ്ഞിട്ടില്ല. സോ എ ഗെയിം വിച്ച് ടോട്ട് ഹെർ ഹൗ ടു ബിഹേവ് ഇൻ എ എമർജൻസി സിറ്റുവേഷൻ. ആ ഗെയിം ഇവളെ പഠിപ്പിച്ചത് എന്താണ്, എമർജൻസി സിറ്റുവേഷനിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അല്ലേ. 101 എന്ന നമ്പറിലേക്ക് അടിക്കാനാണ് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദിൽന ഈസ് ഗോയിങ് ടു ഡു? അടുത്തതിന് ദിൽന എന്താ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്? പ്രോബബ്ലി ഷീ വിൽ ഡയൽ 101 അല്ലെ, 101 എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്യാനാണ് ചാൻസ്. നോക്കാം, ദ കോൾ ഫോർ ഹെൽപ്പ്, സഹായത്തിനുള്ള കോൾ. ഷീ റാൻ ടു ദ ഫോണിൻ്റെ അടുത്തേക്ക് ഓടി ആൻഡ് ഡയൽഡ് 101 101 അടിച്ചു. ദ ഹെൽപ്പ് ലൈൻ നമ്പറാണ്, സഹായിക്കുള്ള നമ്പറാണോ അല്ലേ. ഹെർ ഹാൻഡ്സ് വർ ഷെയ്ക്കിംഗ് വിറക്ക, അവളുടെ കൈകൾ വിറക്കുന്നുണ്ട്, അമ്മയുടെ ബോധം കെട്ട് കിടക്കുക. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ, അപ്പോൾ ഒരു സ്ത്രീയുടെ ശബ്ദം ലൈനിൽ വന്നു. 101 അല്ലേ, ആ നമ്പറല്ലേ. വാട്ട്സ് യുവർ എമർജൻസി, എന്താണ് പ്രശ്നം? ദിൽന ടുക്ക് എ ഡീപ് ബ്രത്ത്, അതൊരു ശ്വാസം എടുത്തു. ഹലോ മൈ നെയിം ഈസ് ദിൽന. എന്നിട്ട് അവൾ പറഞ്ഞു, എൻ്റെ പേര് ദിൽന. മൈ മം ഈസ് ലൈയിങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ, ഇപ്പോഴും നിലത്ത് ഇങ്ങനെ കിടക്കുകയാണ് അമ്മ. ബട്ട് ഐ കാണ്ട് വേക്ക് ഹെർ അപ്പ്, അമ്മയെ എണീപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ദ ലേഡി ആസ്റ്റ്, അപ്പോൾ കോൾ എടുത്ത ഹെൽപ്പ് ലൈൻ നമ്പർ എടുത്ത ആ ലേഡി ചോദിച്ചു, വേർ ഈസ് യുവർ ഫാദർ, നിന്റെ ഫാദർ എവിടെ? ദിൽന റിപ്ലൈഡ്, ദിൽന പറഞ്ഞു, ഹി ഈസ് വർക്കിംഗ് എബ്രോഡ്, അദ്ദേഹം വിദേശത്താണ്. എബ്രോഡ് വിദേശത്താണ്. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്, നീ ഒരു നല്ല കാര്യമാണ് ചെയ്യുന്നത്. കൺഗ്രാജുലേഷൻ പറഞ്ഞു. അത് കൺഗ്രാജുലേഷൻ അല്ല, ശരിക്കും അപ്രീസിയേഷൻ ആണ് കേട്ടോ. അതായത് വെൽ ഡൺ, ഗുഡ് ജോബ് എന്ന് പറഞ്ഞു. ക്യാൻ യു ടെൽ മീ യുവർ അഡ്രസ്, നിന്റെ അഡ്രസ്സ്, സ്ഥലം, വീട് എവിടെ എന്ന് പറയാമോ? ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുകയാണെങ്കിലും വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തിൽ തന്നെയാണ് സംസാരിച്ചത്. കാരണം ആ ഒരു സിറ്റുവേഷന് അങ്ങനെയാണ്. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോട്ട് ഹെർ. അത്തരം ഘട്ടത്തിൽ ക്ലിയർ ആയിട്ടും വളരെ ലൗഡായിട്ട് ഉറക്കിയും സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗ്രാൻഡ് മദർ അവളെ പഠിപ്പിച്ചതും
അതുകൊണ്ട് അതുപോലെ അവൾ സംസാരിച്ചു. എന്നിട്ട് പറയാണ്, ഐ ലിവ് അറ്റ് 1203 രാമനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പടി. ചെറുവപ്പടി എന്ന സ്ഥലത്ത് രാമനഗർ സ്ട്രീറ്റിൽ നമ്പറൊക്കെ പറയുന്നുണ്ട്. ഹൗസ് നമ്പർ 1203 പറഞ്ഞു. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു, ദ ലേഡി സെഡ്. ഞാൻ നിന്നെ സഹായിക്കാം, നന്ദി ദിൽന എന്ന് പറയുന്നു. സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അൺടിൽ ദ ഫയർമാൻ ഗെറ്റ് ദർ. ഓക്കെ, ദിൽന എഗ്രീഡ്. അപ്പോൾ ഫയർമാൻ തീ അണക്കാനല്ല, മറിച്ച് ഈ ഒരു എമർജൻസി ഘട്ടത്തിൽ ഇവരെ സഹായിക്കാൻ വന്നതാണ് കേട്ടോ. സോ ഫയർമാൻ അവിടെ വരുന്നത് വരെ നീ ഇവിടെ ഫോൺ കട്ട് ചെയ്യാൻ നിൽക്ക്, ഞാൻ ഇങ്ങനെ തലക്കലുണ്ട്, 10 റിസീവറിൽ എൻ്റെ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദിൽന എഗ്രീഡ്. ഓക്കെ, കോൾ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ പിടിച്ചു തന്നു. ഹൂം ഡിഡ് ദിൽന കോൾ ഫോർ ഹെൽപ്പ്? ആരെയാണ് ദിൽന സഹായത്തിന് വിളിച്ചത്? ഷീ ഡയൽഡ് 101 നമ്പർ, അല്ലേ, എമർജൻസി നമ്പറാണ്. വാട്ട് ഡിഡ് ദ ലേഡി സേ? എന്താണ് ലേഡി പറഞ്ഞത്? ഷീ അഗ്രീഡ് ദാറ്റ് ഷീ വുഡ് ഹെൽപ്പ്. അവൾ ഹെൽപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ആൻഡ് ആസ്ക്ഡ് ദിൽന ടു ഹോൾഡ് ദ ഫോൺ, ദ റിസീവർ, അല്ലേ, പിടിച്ചിരിക്കാനാണ് പറഞ്ഞത്. ഇഫ് യു വർ ദിൽന വാട്ട് വുഡ് യു ഡു? നിങ്ങൾ ദിൽനയായിരുന്നെങ്കിൽ ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യുമായിരുന്നത്? ഒരു ചോദ്യമാണ്. ഐ വുഡ് ഡു ദ സെയിം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിക്കുമായിരുന്നു, അല്ലേ. ഐ വുഡ് ഹാവ് കോൾഡ് സമ്മൺ എൽസ്, ഫാദർ ഓർ നാട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും. ഇനി അടുത്തത് റിലീഫ്, ആശ്വാസം. നെക്സ്റ്റ് സെക്ഷനാണ്. ദിൽന ഹേർഡ് ദ സൈറൺ ഓഫ് ദ അപ്രോച്ചിങ് ഫയർ എഞ്ചിൻ. ഫയർ എഞ്ചിൻ്റെ സൈറൺ മുഴക്കിക്കൊണ്ടാണ് വരുന്നത്. അത് കേട്ടു അവൾ. സൂൺ, പെട്ടെന്ന്, ദർ വാസ് എ നോക്ക് ഓൺ ദ ഡോർ. ഡോറിൽ അങ്ങനെ നോക്ക് കേട്ടു, മുട്ടൽ, അല്ലേ, അങ്ങനെ നോക്ക് കേട്ടു. ദ ലേഡി ഓൺ ദ ഫോൺ സെഡ്, അവിടെ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്ന ലേഡി പറഞ്ഞു, ദിൽന ഇറ്റ്സ് സേഫ് ടു ഓപ്പൺ ദ ഡോർ നൗ. സേഫായി തുറന്നു, കള്ളന്മാരൊന്നുമല്ല ഇവിടെ വന്ന ആൾക്കാരെന്ന് പറഞ്ഞു. ദ ഫയർമാൻ ആർ ദെയർ, ഫയർമാൻ വന്നിട്ടുണ്ട്. ഷീ റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്, ഓടിപ്പോയി ഡോർ തുറന്നു. 2 ഫയർമാൻ റഷ്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ കുതിച്ചു കയറി. രണ്ടുപേരും പെട്ടെന്ന് 2 ഫയർമാൻകാർ പ്രവേശിച്ചു. ദിൽന ലെഡ് ദം ടു ദ ലിവിംഗ് റൂം. ദിൽന എന്ത് ചെയ്തു? അവരെ ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നു. ഹെർ മം വാസ് സ്റ്റിൽ ലൈയിങ് ഓൺ ദ ഫ്ലോർ. ആ സമയത്തും അവളുടെ അമ്മ ഫ്ലോറിൽ അവിടെ കിടക്കുകയായിരുന്നു, ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. ഹൂ കെയിം ടു ഹെൽപ്പ് ദിൽന ആൻഡ് ഐസക്? അപ്പോൾ ആരാണ് ദിൽനയും ഐസക്കിനെയും ഹെൽപ്പ് ചെയ്യാൻ വന്നത്? ഫയർമാൻ, അല്ലേ. ഇനി അടുത്ത സെക്ഷന് പേരിട്ടുള്ളത് ടൈംലി ഹെൽപ്പ്, കൃത്യസമയത്തുള്ള ഹെൽപ്പ്. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ഫയർമാൻ വന്നു, അവളുടെ അമ്മയെ ചെക്ക് ചെയ്തു. എന്നിട്ട് അവർക്ക് ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷ എന്നാണ് ഫസ്റ്റ് എയ്ഡിന് അർത്ഥം. അതായത് അപകടത്തിലൊക്കെ പെട്ട ആൾക്ക് ആദ്യം നൽകുന്ന ശുശ്രൂഷ, പിന്നെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അത് കൊടുത്തു. സ്ലോലി ഷീ ഓപ്പൺ ഹെർ ഐസ്. പതുക്കെ അവൾ കണ്ണുകൾ, അതായത് അമ്മ കണ്ണു തുറന്നു. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അപ്പം കുറച്ച് വെള്ളമാണ് ആദ്യം കൊടുത്തത്, എന്നാൽ പതുക്കെ അക്ഷീണൊക്കെ വിടാൻ വേണ്ടിയിട്ട്. മം, ഐസക് ഷൗട്ടഡ് വിത്ത് ജോയ്. സന്തോഷത്തോടെ ഐസക് ഉറക്കെ വിളിച്ചു, മാം ദീസ് പീപ്പിൾ ഹെൽപ്ഡ് us, ദിൽന സെഡ്. അപ്പോൾ ഈ ആൾക്കാരാണ് നമ്മൾ രക്ഷിച്ചത്, ദിൽന പറയാം. അല്ലെ, താങ്ക് യു, ദ മദർ സെഡ് സോഫ്റ്റ്ലി, മൃദുവായി. അപ്പം അമ്മ വളരെ മൃദുവായിട്ട്, ക്ഷീണം ഉണ്ടാവില്ലേ, പറഞ്ഞു താങ്ക് യു, സ്മൈലിംഗ് അറ്റ് ഫയർമാനെ നോക്കി പുഞ്ചിരിച്ചു. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ. അപ്പോൾ 2 പേരിൽ ഒരാൾ, അതാണ് വൺ ഓഫ് ദ ഫയർമാൻ എന്ന് പറഞ്ഞ. ഈ 2 പേരിൽ ഒരാൾ അമ്മയോട് പറഞ്ഞു, യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. നിങ്ങളുടെ മകള് ഒരു വലിയ കാര്യമാണ് ചെയ്തത്. ഷീ ഈസ് എ ഹീറോ, അവളൊരു ഹീറോ ആണെന്ന് പറഞ്ഞു. ദിൽന ഫെൽറ്റ് ഹാപ്പി, ദിൽന ഹാപ്പിയായി. ആക്ച്വലി ഐ വാസ് സ്കെയേർഡ്, ദിൽന അഡ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു എന്നുള്ള അർത്ഥം പറഞ്ഞാൽ മതി, ഒരു കാര്യം ഏറ്റു പറയാം എന്നൊക്കെയാണ് അർത്ഥം. പറഞ്ഞു. ദിൽന സെഡ്, ഞാൻ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. എന്താണ് സ്കേർഡ് എന്ന് പറഞ്ഞാൽ? അഫ്രെയ്ഡ്, ഭയപ്പെട്ടു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. ഞാൻ ചെയ്യേണ്ടത് എന്താണോ അതാണ് ചെയ്തത്. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. അവർ പുഞ്ചിരിച്ചു. എന്നിട്ട് പാറ്റഡ്, പുറത്ത് മെല്ലെ ഇങ്ങനെ കൊട്ടൂല, നമ്മളിങ്ങനെ ഒരാൾ അഭിനന്ദിച്ചു കൊണ്ടൊക്കെ അങ്ങനെ പുറത്തിങ്ങനെ കൊട്ടി. വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്? ഈ അമ്മയെ എണീപ്പിക്കാൻ ഫയർമാൻ എന്താണ് ചെയ്തത്? They gave her first aid കൊടുത്തു, അല്ലേ. Why did the fireman say that Dilna was a hero? എന്തുകൊണ്ടാണ് ഫയർമാൻ പറഞ്ഞത് ദിൽന ഒരു ഹീറോ ആണെന്നുള്ളത്? ബിക്കോസ് ദിൽന കോൾഡ് ദ ഹെൽപ്പ് ലൈൻ നമ്പർ ഓർ ഡയൽഡ്, അങ്ങനെ ഏറ്റവും നന്നായിട്ട് ദിൽന ഡയൽഡ് ദ ഹെൽപ്പ് ലൈൻ നമ്പർ ആൻഡ് ഇൻഫോംഡ് ദ കണ്ടീഷൻ ഓഫ് എ മദർ. അത് ഇൻഫോം ചെയ്തു. ഓക്കെ, സോ എന്താണ് പറയുക, അതൊരു ടൈംലി ഇൻ്റർവെൻഷൻ ആയിരുന്നു ദിൽനയുടെ ഭാഗത്ത് നിന്ന്, അതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് സെക്ഷൻ പേരിട്ടുള്ളത് അവാർഡ് ഫോർ ബ്രേവറി. ധീരത.
ധൈര്യത്തിനുള്ള അവാർഡാണ്. അതാണ് അടുത്ത സെക്ഷൻ്റെ പേര്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ദ ഫയർമെൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. ഫയർമെൻ അവർക്ക് നിൽക്കുന്ന ഫയർ സ്റ്റേഷനിലേക്ക് ദിൽനയെ ഇൻവൈറ്റ് ചെയ്തു. ദേ ഗേവ് ഹെർ ആൻ അവാർഡ്, ഒരു അവാർഡ് അവൾക്ക് നൽകുകയും ചെയ്തു. ഷീ ഡിഡിൻ റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. ഈ അവാർഡൊക്കെ വാങ്ങിയപ്പോൾ പോലും ദിൽനക്ക് അവളൊരു ഹീറോ ആയിട്ട് തോന്നിയില്ല. ഷീ വാസ് ഗ്ലാഡ് മീൻസ് ഹാപ്പി. അവൾ ഹാപ്പി ആയിരുന്നു. ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. മദർ എന്താണ്? സേഫായല്ലോ, അതുകൊണ്ട് ഷീ വാസ് ഗ്ലാഡ്, അവൾ ഹാപ്പിയായി. ആസ് ദേ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ, അവർ ഫയർ സ്റ്റേഷന് എന്താ പറയുക വിട്ടു പോയപ്പോൾ, ദിൽന ടേൺഡ് ടു ഐസക്. ദിൽന എന്ത് ചെയ്തു? ഐസക്കിൻ്റെ നേരെ നോക്കി. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു. ലെഫ്റ്റ് പറഞ്ഞാൽ പോയി എന്നാണ് കേട്ടോ. അവർ ഫയർ സ്റ്റേഷൻ വിട്ടുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ദിൽന ഐസക്ക് നോക്കി പറഞ്ഞു, യു നോ, ഇൻ ആൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ടീച്ച് യു, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ജസ്റ്റ് ലൈക്ക് ഗ്രാൻഡ് മദർ ടോട്ട് മീ. ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ച പോലെ. ടോട്ട് എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു. ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ചത് എന്താണോ? കാരണം ഗ്രാൻഡ് മദർ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ ദിൽനക്ക് ഇപ്പോൾ ഇങ്ങനെ 101 എന്ന നമ്പറിലേക്ക് അടിക്കാനൊക്കെ കഴിഞ്ഞത്. സോ അതുപോലെ നിന്നെയും പഠിപ്പിക്കാം എന്നാണ് എന്നോട് പറയാം. ഐസക് ലുക്ക്ഡ് അപ്പ്. ഐസക് എന്ത് ചെയ്തു? നേരെ നോക്കി. അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽ. സിസ്റ്റർ നോക്കിയിട്ട് പുഞ്ചിരിച്ചു. എന്നിട്ട് പറയാം, താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്. ബെസ്റ്റ് സിസ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ താങ്ക് യു എന്ന് പറഞ്ഞു കേട്ടോ. സോ ഇവിടെ 3 ക്വസ്റ്റ്യൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ? എന്തിനാണ് ഫയർമാൻ ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് വിളിച്ചത്? എന്തിനാണ്? ടു ഗിവ് ആൻ അവാർഡ് നൽകാൻ, അല്ലേ? വൈ ഡിൻ ദിൽന കൺസിഡർ ഹെർസെൽഫ് എ ഹീറോ? ഫയർമാൻ ഇവളെ ഒരു ഹീറോ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും ദിൽന എന്തുകൊണ്ടാണ് സ്വയം ഒരു ഹീറോ ആയിട്ട് കാണാത്തത്? ബിക്കോസ് ഇറ്റ് വാസ് ഹെർ ഡ്യൂട്ടി ടു ഹെൽപ്പ് ഹെർ മദറിനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് അവളുടെ ഡ്യൂട്ടിയാണ്, അല്ലേ? അതുകൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി? ഈ സ്റ്റോറിയിൽ നിന്നും എന്ത് ലെസണാണ് നിങ്ങൾ പഠിച്ചത്? എ ടൈംലി ഇൻ്റർവെൻഷൻ വിൽ സേവ് എ ലൈഫ്, അല്ലേ? അല്ലെങ്കിൽ എ ടൈംലി ഇൻ്റർവെൻഷൻ സേവ്സ് എ ലൈഫ്. കറക്റ്റ് സമയത്ത് നമ്മൾ ഇടപെട്ടാൽ ഒരു ജീവിതം രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു പാഠമാണ് ഇതിലൂടെ പഠിച്ചത്. സോ ഈ ഒരു യൂണിറ്റ്, ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. കംപ്ലീറ്റ് ആയി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.